കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിനുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ പകരുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവിൻ്റെ ദാസൻ ഗലാത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ പ്രത്യേക കാരണം ഞാൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിക്കുവാനിടയായി തീർന്നു. അതിന് തുടർമാനമായിട്ട് ചില ചിന്തകൾ കൂടെ ഒന്ന് പങ്കുവയ്ക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. പൗലോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്ന ഭാഗങ്ങൾ, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം വേറൊരു സുവിശേഷമാണ്. വേറൊരു സുവിശേഷത്തിലേക്ക് ഗലാത്യ സഭ മറിഞ്ഞു. ഇല്ലെങ്കിൽ അവരെ ചിലർ വചനം കൊണ്ട് കലക്കിക്കളഞ്ഞു. അപ്പോൾ ഈ വചനം കൊണ്ട് തന്നെയാണ് സാത്താൻ്റെ ശുശ്രൂഷകരും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാത്താൻ പറയുന്നു, യേശുവിനോട് പോലും പറഞ്ഞു, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇത് കേട്ടിട്ട് യേശു ആമേൻ പറയുക അല്ല ചെയ്തത്. യേശു പറഞ്ഞു, നിനക്കത്രേ അറിയത്തുള്ളൂ, എന്നാൽ വചനം അങ്ങനെ മാത്രമല്ല, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വചനത്തിൻ്റെ പൂർണ്ണ സത്യത്തിലേക്ക് ഹല്ലേലൂയ അവൻ സ്വയം നിയന്ത്രിക്കപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ ദൈവമക്കളെ, നമ്മൾ കേൾക്കുന്നതിനെല്ലാം ആമേൻ പറയാനും ഹല്ലേലൂയ പറയാനും ഇടയാകരുത്. ഹല്ലേലൂയ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നവർ ആണ്. അതുകൊണ്ട് നമ്മളെല്ലാറ്റിനെയും വിശ്വസിക്കരുത് എന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. ബൈബിൾ പ്രസംഗിക്കുന്നതെല്ലാം സുവിശേഷമാണെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് ഗലാത്യ സഭയിൽ വന്ന് ഒരു സുവിശേഷം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഞാനത് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു. ഒരിക്കലും പ്രസംഗിക്കുന്ന ദൈവദാസൻ സുവിശേഷത്തിൻ്റെ മുകളിലല്ല. സുവിശേഷത്തിൻ്റെ ദാസനാണ് പ്രസംഗകൻ. ഹല്ലേലൂയ. അത് പൗലോസ് ആണെങ്കിലും അത് പത്രോസ് ആണെങ്കിലും അവരെല്ലാം യഥാർത്ഥ സന്ദേശത്തിൻ്റെ സന്ദേശവാഹകരാണ്. സന്ദേശം കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ സന്ദേശത്തെ പറയുന്ന ദൈവദാസന്മാരെ ദൈവത്തോളം പുകഴ്ത്തരുത് എന്ന് കൂടെ നമ്മൾ ചിന്തിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിക്കുവാനിടയായി. അപ്പോൾ സന്ദേശത്തിനാണ് മുഖ്യമായ പങ്ക് കൊടുക്കേണ്ടത്, പ്രാധാന്യം. ഹല്ലേലൂയ. പൗലോസ് പറയും, പൗലോസിന് ഈ സഭയോട് പ്രത്യേകമായിരിക്കുന്ന പൗലോസിനെ വേദനിപ്പിക്കുകയോ ക്ഷീണിപ്പിക്കുകയോ എന്തെങ്കിലും ദുർവാക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സഭ. പൗലോസ് പറയുന്നുണ്ട്, ആ ഭാഗങ്ങളിൽ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരു ദൈവദൂതനെ പോലെയാണ് എന്നെ കണ്ടത്. നിങ്ങൾക്ക് പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു. അത്ര സ്നേഹമാണ് നിങ്ങൾക്ക്. പക്ഷെ പ്രശ്നം അതല്ല. എനിക്ക് നിങ്ങളോടുള്ള പ്രശ്നം, നിങ്ങൾ കൃപയിൽ നിന്നും വീണു പോകരുത്. ഹല്ലേലൂയ. ദൈവകൃപയിലേക്ക് നിങ്ങളെ നിർത്തിയവൻ്റെ ആ ഉദ്ദേശം നടത്തില്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ കൃപയിൽ നിന്നും വീണു പോകാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ പറയുന്നത് രക്ഷിക്കപ്പെട്ട പിന്നെ രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നാണ്. എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. നമ്മൾ തെറ്റായി നടന്നാൽ നമുക്ക് കിട്ടിയ ദൈവകൃപ തള്ളിക്കളയാം. ഈ ദൈവകൃപയെ നമുക്ക് വലിച്ചെറിയാം. അതിന് ദൈവം ഉത്തരവാദിയല്ല. പക്ഷേ ഈ തന്ന രക്ഷ ദൈവം നഷ്ടപ്പെടുത്തത്തില്ല. നമുക്ക് സ്വയം അതിനെ നഷ്ടപ്പെടുത്താനായിട്ട് കഴിയും. ഒന്നാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
നമ്മൾ കേൾക്കുന്നത് എന്താണ്, നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കണം. എല്ലാം സുവിശേഷമാണെന്ന് വിശ്വസിക്കരുത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒലിവുമലയിൽ പോയി കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം പറയുമ്പോൾ 24-ാം അധ്യായത്തിൽ പറയുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം എങ്ങനെയാണ്? നിങ്ങളെ അനേകർ വന്ന് തെറ്റിക്കും, നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ക്രിസ്തു ഇവിടെയെന്നും ക്രിസ്തു അവിടെയെന്നും പറയും. എല്ലാം കേട്ട് വിശ്വസിക്കരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിപ്പോകരുത്. ഇതൊന്നും ഞാൻ വരുന്നതിൻ്റെ ലക്ഷണമോ എൻ്റേതായിരിക്കുന്ന നാമത്തിലോ അല്ല. ഹല്ലേലൂയ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് ഞാൻ അന്നാളിൽ അവരോട് പറയും. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അതുകൊണ്ട് സുവിശേഷത്തെ നമ്മൾ നന്നായി വിവേചിച്ച് മനസ്സിലാക്കണം. ഞാൻ കൂടെ പറയാറുള്ളത് പോലെ ഹല്ലേലൂയ, ശരിയും ഏകദേശ ശരിയും തമ്മിൽ നമ്മൾ തിരിച്ചറിയണം. ഏകദേശ ശരി 50-50 കൂടെ കൂട്ടിയാൽ 99.9 എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ഏകദേശം ശരിയാണെന്ന് പറഞ്ഞ് അംഗീകരിക്കരുത്. 50-50 കൂടെ കൂട്ടിയാൽ 100 മാത്രമാണ്. 99.99 ഒന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഏകദേശം ശരിയെന്ന് തോന്നുന്ന അനേകം കാര്യങ്ങൾ സുവിശേഷത്തിൽ നിന്നും ഇന്ന് പ്രസംഗിക്കപ്പെടുന്നു. നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങളെ അവർ കലക്കിക്കളയുന്നത് അവർക്ക് നിങ്ങളുടെ മധ്യത്തിൽ മഹത്വം എരിവ് കിട്ടാനാണ്. അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനാണ്. ഒരു പരിധിവരെ ഇന്ന് സുവിശേഷം വാണിജ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുവിശേഷം ധനലാഭത്തിനും മാനത്തിനും ബഹുമാനത്തിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാം സുവിശേഷം ദൈവനാമ മഹിമയ്ക്കായിട്ടല്ല എന്നും കൂടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആമേൻ. അവിടെ പൗലോസ് 1-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നുവെന്നത്രേ. നിങ്ങളെ കലക്ക്, വചനം കൊണ്ട് കലക്കുന്നു. സഭയ്ക്കകത്തുള്ള മറ്റു പ്രശ്നങ്ങളല്ല ഇത്. വചനം പറഞ്ഞുകൊണ്ട് കലക്കുന്നൊരു സംഭവമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കുകയാണ്: നിങ്ങളോട് ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം ഞങ്ങൾ അറിയിച്ച സുവിശേഷം എന്താ? പൗലോസ് പറയുക, ഞങ്ങൾ അറിയിച്ച ഈ സുവിശേഷം, അതാണ് നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടത്. പൗലോസ് അവർ വിളിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ എന്നാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, അവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് വേദപുസ്തകം പറയുന്നു. അവർ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് വേദപുസ്തകം പറയുന്നു. വിശ്വാസത്താൽ ഒരു അബ്രഹാമിൻ്റെ സന്തതിയാണ്. പൗലോസ് പറയുക, നിങ്ങൾ എൻ്റെയും മക്കളാണ്. ഒരു അപ്പൻ്റെ ആർദ്രതയോടെയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നതെന്ന് നമ്മൾ മറക്കരുത്. ഇന്ന് ഹല്ലേലൂയ, ന്യായവിധി എന്തെങ്കിലും കിട്ടുകയോ അല്ലെങ്കിൽ അതുപോലെ നമ്മളെ പുകഴ്ത്തുകയോ ചെയ്തില്ലെങ്കിൽ ന്യായവിധിയുടെ ദൂതറിയിക്കുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ വേദപുസ്തകം പറഞ്ഞത് ഞങ്ങൾ അറിയിച്ച ഈ സുവിശേഷം. ദൈവമക്കളാകുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കണം, പൗലോസ് ഏത് സുവിശേഷമാണ് അറിയിച്ചത്. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 13:32. എടുത്തവരൊന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഭാഗങ്ങളാണത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനകത്ത് ചിന്തിക്കുന്നില്ല. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും വളരെ ശ്രദ്ധിക്കണേ.
ഞങ്ങൾ നിങ്ങളോട് എന്താ സുവിശേഷിച്ചത്? അവിടെ പറയുന്നത്, തുടർന്ന് 110 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്. ദൈവം പിതാക്കന്മാരോട് അരുളി ചെയ്ത സുവിശേഷം. അപ്പം സുവിശേഷം യേശുക്രിസ്തു എങ്ങൊന്നും കൊണ്ടുവന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെയാണ് സുവിശേഷം വന്നതെന്ന് ചിന്തിക്കരുത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനും മുൻകൂട്ടി ഹല്ലേലൂയ പ്രവാചകന്മാർ പറഞ്ഞതാണ് ഈ സുവിശേഷം. ഹല്ലേലൂയ. ഇത് ഈ സുവിശേഷങ്ങളിൽ തുടങ്ങുന്നതല്ല യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ആമേൻ. നമ്മളിവിടെ വായിക്കുന്ന അങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തമാണിത്. ദൈവത്തിന് ഒരു കൂട്ടം മക്കളെ വേണം. ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പദ്ധതി അതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് ഒരു കുടുംബം വേണം. ആ കുടുംബത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിന് വേണ്ടി വാഴ്ച നടത്തുവാനായിട്ട്, ദൈവത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തെ വാർത്തെടുക്കാനാണ് ദൈവം ആദാമിനെയും ഹവ്വയെയും ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത്. ആ പദ്ധതിയിൽ നിന്നും അവർ വീണുപോയി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിൽ കർത്താവ് സങ്കീർത്തനങ്ങളിൽ നിന്നും അപ്പസ്തോലൻ പറയുക, ഇത് ഞങ്ങളെ എവിടുന്നെങ്കിലും കെട്ടിയിറക്കിക്കൊണ്ട് വന്നതല്ല ഈ സുവിശേഷം. ഈ സുവിശേഷം പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്ത സുവിശേഷമാണ്. വേദപുസ്തകത്തിൻ്റെ എല്ലാ ഭാഗത്തും പരിശോധിച്ച് നോക്കിക്കോ. സുവിശേഷം എന്ന് പറയുന്നത് എബ്രാലേഖനം, റോമാലേഖനം, ഗലാത്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. പിതാക്കന്മാരോട് ഭാഗമായിട്ട് പറഞ്ഞു, നമ്മോട് പുത്രൻ മുഖാന്തരം മറനീക്കി കാണിച്ചു. എന്താണ് കാണിച്ചത്? കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്ത് കർത്താവ് തന്നിട്ട് നമ്മളെ ദൈവമക്കളാക്കി, നമ്മളെ ദൈവരാജ്യത്തിൻ്റെയും നിത്യജീവൻ്റെയും ഓഹരിക്കാരാക്കി തീർക്കുന്നതാണ് സുവിശേഷം. എങ്ങനെയോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് സുവിശേഷത്തിൻ്റെ വെളിപ്പാടില്ലാതെ ഇന്ന് സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന എന്തുവാ? എങ്ങനെ രോഗശാന്തി പ്രാപിക്കാം, എങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാം, എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം. അത് സുവിശേഷമല്ല. സുവിശേഷത്തിനകത്ത് രോഗശാന്തിയുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് എൻ്റെ ശബ്ദമാണ്, ഞാനാണ് ഇവിടെ മുഴങ്ങി നിൽക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ ദൈവം അത്ഭുതങ്ങളും രോഗശാന്തിയും അനുഗ്രഹങ്ങളും കൊടുക്കും. അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. അതിനെ കലക്കി മറിച്ച് കളയുക. വേറൊരു സുവിശേഷം എന്താണ്? രോഗശാന്തി എങ്ങനെ പ്രാപിക്കാം? വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന ഉടമ്പടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. മത്തായി 5:17 നമുക്കറിയാവുന്ന വാക്യമാണ്. മനുഷ്യപുത്രൻ വന്നത് ന്യായപ്രമാണത്തെയോ വചനത്തെ പ്രവാചക പുസ്തകങ്ങളോ നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ് വന്നത്. ന്യായപ്രമാണം നിവർത്തിച്ചതാണ് യേശുക്രിസ്തു. ന്യായപ്രമാണത്തിൽ നിന്നും വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകത്തില്ല. പക്ഷേ പഴയ ഉടമ്പടിക്ക് മാറ്റം വന്നു. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പഴയ ഉടമ്പടിയിൽ അബ്രഹാമിൽ കൂടെ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സന്തതിക്കുള്ള കണ്ണുകൊണ്ട് കാണാവുന്നതും കൈകൾ കൊണ്ട് സ്പർശിക്കാവുന്നതുമായിരിക്കുന്ന ഒരു അക്ഷരീകമായ കനാൻ നാടാണ് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തത്. എന്നാൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതോ കൈകൊണ്ട് പിടിക്കാവുന്നതോ ആയ അക്ഷരീകമായ ഒരു നാടോ അനുഗ്രഹമോ അല്ല കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കർത്താവ് വാഗ്ദാനം ചെയ്തത് ഹല്ലേലൂയ ഒരു ആത്മീകമായ അല്ലെങ്കിൽ ഒരു സ്വർഗരാജ്യമാണ്, ഇല്ലെങ്കിൽ ഒരു ദൈവരാജ്യമാണ്, നിത്യജീവനാണ് നമുക്കുള്ള വാഗ്ദത്തം.
റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. ദൈവത്തിൻ്റെ അവകാശികളും, മക്കളെങ്കിൽ ദൈവത്തിൻ്റെ അവകാശികൾ. പഴയ നിയമത്തിൽ അവർ വാഗ്ദത്ത നാടെന്ന് പറയുന്നത് ഒരു കനാൻ ദേശമായിരുന്നു. എന്നാൽ നമ്മുടെ അവകാശം ദൈവമാണ്. കർത്താവായ യേശുവിൻ്റെ കൂടെ നമ്മൾ കൂട്ടവകാശികളാണ്. യേശു ക്രിസ്തുവിന് എന്തെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ അനുഗ്രഹമുണ്ടോ അതിൻ്റെ മുഴുവനും അവകാശിയാണ് ഞാൻ. ഒറ്റ വാക്കിലൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുമെന്നറിയത്തില്ല. ഈ സുവിശേഷം പൗലോസ് ഗലാത്യയിൽ പോയി പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കാൻ പോയതല്ല പൗലോസ്, കൺവെൻഷന് ക്ഷണിച്ചിട്ട് പോയതല്ല പൗലോസ്. പൗലോസ് തൻ്റെ ബലഹീനതയിലാണ് അവിടെ പോയത്. ഒന്നുകിൽ അല്പം വിശ്രമത്തിനോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തിനോ ആണ് താൻ അവിടെ പോയതെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഒരു ദൈവദാസനാണെങ്കിൽ ബലഹീനത വരരുത്, അവനൊരു രോഗം വരരുത്, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരരുത് എന്നല്ല വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ദൈവം സമ്പത്ത് തരുന്ന ദൈവമാണ്, നമ്മുടെ ദൈവം ആരോഗ്യം തരുന്ന ദൈവമാണ്. എന്നാൽ എല്ലാവർക്കും എപ്പോൾ പ്രാർത്ഥിച്ചാലും അങ്ങ് രോഗശാന്തി തരുമെന്നും അത് പഴയ നിയമത്തിൻ്റെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ. പഴയ നിയമ ഉടമ്പടിയിൽ ദൈവം പറഞ്ഞ വാഗ്ദാനമാണ്. നമ്മൾ ആവർത്തന പുസ്തകങ്ങളിലും പുറപ്പാട് പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. പഴയ നിയമത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് രോഗശാന്തിയാണ്, ആരോഗ്യമാണ്, സമ്പത്താണ്. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടാൽ ഹല്ലേലൂയ പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹം ദൈവഹിതമാണ്. ഇവിടെ രോഗശാന്തി കർത്താവ് തരുമ്പോൾ അവൻ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ സൗഖ്യമാക്കും, ഇഷ്ടമില്ലെങ്കിൽ എല്ലാവരെയും സൗഖ്യമാക്കുമെന്ന് ബൈബിളിൽ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ദുഃഖിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് തൻ്റെ ഹിതമാണെങ്കിൽ അവരെ സൗഖ്യമാക്കും, അവരുടെ കണ്ണുനീര് തുടയ്ക്കും, അവരുടെ ദാരിദ്ര്യം മാറ്റും, അവരുടെ കടഭാരങ്ങളെ മാറ്റും. പക്ഷേ എല്ലാവർക്കും പ്രാർത്ഥിച്ചെന്നാൽ സഭയിൽ വരുന്ന എല്ലാവരും സമ്പന്നന്മാരായി തീരണം, സഭയിൽ വരുന്ന എല്ലാവരും ആരോഗ്യമുണ്ടായി. ഇതല്ല പുതിയ നിയമ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങൾ. അവർക്ക് കിട്ടുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് അതാണ്. എനിക്ക് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹമുണ്ട്. അത് നമ്മളിപ്പോൾ വായിച്ച ആ 14-ാം അധ്യായം കൊണ്ടൊന്ന് വായിച്ച അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 14-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യം കൊണ്ടൊന്ന് വായിച്ചേ. കണ്ടോ, ശ്രദ്ധിക്കണേ. എന്നെയോ പ്രസംഗിക്കുന്ന പ്രസംഗകനെയോ വലുതാക്കാൻ സുവിശേഷം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ പറയുന്നത് പൗലോസും ബർന്നബാസും കൂടെ പോയി അവിടെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ നടന്നു. അവരുടനെ പൂജാദ്രവ്യങ്ങളും അതുപോലെ തന്നെ യാഗം കഴിക്കാനുള്ള വസ്തുക്കളുമായിട്ട് വന്ന് അവരുടെ മുമ്പിൽ യാഗം കഴിക്കാൻ പോകുമ്പോൾ പൗലോസും ബർന്നബാസും കൂടെ പറയുക, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ്, ഞങ്ങളും നിങ്ങളും തമ്മിലൊരു വ്യത്യാസവുമില്ല. ഇവിടെ നടന്ന പ്രവൃത്തി സുവിശേഷത്തിൻ്റെ പ്രവൃത്തിയാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതെൻ്റെതാണെന്ന് വെളിപ്പെടുത്താൻ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പൂജിക്കരുത്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ വീണ്ടെടുപ്പയച്ച ഒരു സ്വർഗസ്ഥനായ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരണമെന്ന് അവരെ അപ്പോസ്തലന്മാർ ചൂണ്ടിക്കാണിക്കും. ഇന്നത്തെ പാസ്റ്റർമാരാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് കർത്താവ് സൗഖ്യം തന്നെന്ന് പറഞ്ഞാലൊന്നും പാസ്റ്റർമാർക്ക് തൃപ്തിയാകത്തില്ല. എന്ത് ചെയ്യണം? പാസ്റ്റർ, ആ പാസ്റ്ററിൻ്റെ പേര് പറയണം, നാട് പറയണം. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് എത്ര വിരോധാഭാസം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ്റെ കയ്യാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ പാസ്റ്റർക്ക് ഫോൺ പേ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടോ കാശിന് വേണ്ടിയിട്ടും മാനത്തിന് വേണ്ടിയിട്ടും മഹത്വത്തിന് വേണ്ടിയിട്ടും സുവിശേഷം പ്രസംഗിച്ച് വലുതാകുന്ന ഈ സമൂഹത്തെ ദൈവമക്കൾ വിവേചിക്കണം. ഇത് സുവിശേഷമല്ല.
ഇതാണ് വേറൊരു സുവിശേഷം. വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങളെ മറിച്ച് കളയുന്നത് എന്ത് എന്ന് അപ്പോസ്തലൻ ചോദിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോകുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ വായിച്ചു പൗലോസ് പ്രസംഗിച്ച സുവിശേഷം പിതാക്കന്മാരോട് പറഞ്ഞ സുവിശേഷമാണ്. അതെന്താണ് പിതാക്കന്മാരോട് പറഞ്ഞത്? യേശുക്രിസ്തു ലോകത്തിൽ വരുന്നു, മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്ന് കുരിശിൽ മരിച്ച് നിങ്ങൾക്ക് ദൈവരാജ്യം, ദൈവത്തിൻ്റെ നിത്യജീവൻ തരും എന്നുള്ള വെളിപ്പാടാണ് സുവിശേഷം. സുവിശേഷം പറയുന്നവർ ദൂതുവാഹികൾ മാത്രമാണ്. അവർക്ക് കൊടുക്കേണ്ട, മനുഷ്യർക്ക് കൊടുക്കേണ്ട ബഹുമാനമല്ലാതെ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കരുത്. അവരുടെ പ്രസംഗമേ ഞാൻ കേൾക്കൂ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരരുത്. ഹല്ലേലൂയ. ദൈവവചനം, സത്യവചനം ആര് പ്രസംഗിക്കുന്നോ, ഭൂമിയിലെ നന്മ പ്രസംഗിക്കുന്ന ഒരാളിൻ്റെ വാക്ക് നമ്മൾ കേൾക്കരുത്. ബൈബിള് മൊത്തം യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഇപ്പോൾ അവിടെ നമ്മൾ അപ്പോസ്തലന്മാർ വായിച്ചത്, പൗലോസ് പ്രസംഗിച്ചത് സങ്കീർത്തന പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ ഭാഗമാണ് വായിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ എബ്രാലേഖനത്തിൽ വായിച്ചു, പിതാക്കന്മാരോട് അരുളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. എന്താണ് ദൈവം അരുളി ചെയ്യുന്നത്? യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തിയതുപോലെ നമ്മുടെ മുമ്പിലും യേശുവിനെയാണ് പ്രസംഗ വിഷയം. ആ യേശുവിൽ കൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? അബ്രഹാമിന് കിട്ടിയ അനുഗ്രഹമല്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, കണ്ണുകൊണ്ട് കാണുന്നതായ ഒരു അനുഗ്രഹം നമുക്ക് തരാനായിട്ടല്ല കർത്താവായ യേശുവിനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. അവിടുന്ന് കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിലൂടെ നമുക്ക് വീണ്ടെടുപ്പ് തരാനാണ്. ഈ പഴയ നിയമത്തിലെ മോശയോ അബ്രഹാമിനോ ഒന്നും ലഭിക്കാതെ പോയ അനുഗ്രഹം അവരുടെ വീണ്ടെടുപ്പാണ്. അവർക്ക് പുത്രത്വ പദവി കിട്ടിയില്ല ദൈവമക്കളെ. അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല. ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പ്രവാചകന്റെ അടുക്കൽ പരിശുദ്ധാത്മാവ് വരും, ശുശ്രൂഷ കഴിച്ചിട്ട് പരിശുദ്ധാത്മാവ് പോകും. ഒന്ന് ചിന്തിക്കണേ, നമുക്ക് കിട്ടിയ ആരാധനയുടെ വെളിപ്പാട്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പുതിയ നിയമസഭയ്ക്ക് കിട്ടിയ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് ഓരോരുത്തൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു ഭക്തന് കിട്ടിയിട്ടുണ്ടോ? അവർക്കിത് വാഗ്ദത്തമല്ല. ദൂരസ്ഥരായ നിങ്ങൾക്കേവർക്കും, വിളിച്ചു വരുത്തുന്ന ഏവർക്കും. നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ എന്താ അല്ലേ? നമ്മളിങ്ങനെ തന്നെ അതൊക്കെ. ഹല്ലേലൂയ. ഇപ്പം ഇവിടെ നിന്നും കൊണ്ട് ഈ ലോകത്തിലെ ബെൻസ് കാറ് കിട്ടും, ഈ ലോകത്തിലുള്ള ഉന്നതനായി തീരും, ഈ ലോകത്തിൽ നിന്നെ കളക്ടറാക്കുമെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് എഴുന്നേക്കും. പോരട്ടെ പോരട്ടെ പോരട്ടെ, പരിശുദ്ധാത്മാവിനെ കിട്ടും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പാപം നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന് താമസിക്കാൻ പരിശുദ്ധമായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ത്രിത്വത്തിൻ്റെ 3-ാമത്തെ വ്യക്തിയെ നമ്മുടെ ഉള്ളത്തിൽ തരുന്ന വാഗ്ദത്തമാണ് സുവിശേഷം. ഈ പുത്രത്വമാണ് കിട്ടുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായി നമ്മളെ തീർക്കുക. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒന്ന് കൈയടിക്കാനും 2 അന്യഭാഷ പറയാനും വേണ്ടിയുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. ഒന്ന് തുള്ളിച്ചാടുമ്പോൾ പരിശുദ്ധാത്മാവുണ്ടെന്നാ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തെ നടത്താനുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ അതാണ്. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന 1-2 കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ വേഗം കടന്നു പോകട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള ഭാഗങ്ങൾ. ഹല്ലേലൂയ.
എത്യോപ്യ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയായ കണ്ടക്ക എന്ന് പറയുന്ന ധനകാര്യമന്ത്രി, രാജ്ഞിയുടെ ധനകാര്യമന്ത്രി, ഒരു ഷണ്ണൻ യെരൂശലേമിൽ ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങിപ്പോവുക. ഫിലിപ്പോസിനോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു ആ ഷണ്ണനോട് ചേർന്ന് തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ ഷണ്ണൻ എത്യോപ്യ രാജ്യത്തിൻ്റെ മന്ത്രി ബൈബിൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഈ വായിക്കുന്നത് ഗ്രഹിക്കണം, വായിക്കുന്നത് ഗ്രഹിക്കണം. ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി മലാക്കി, മത്തായി തുടങ്ങി വെളിപ്പാട് വരെയും ദൈവശ്വാസീയമായ വചനമാണ്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നില്ലെങ്കിലോ ഒരു പ്രയോജനമില്ല. ഷണ്ണൻ ചോദിച്ചു, ഇതാരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? പ്രവാചകനെക്കുറിച്ചാണോ, അതോ മറ്റു വല്ലവരെ കുറിച്ചാണോ, അതോ എന്നെക്കുറിച്ചാണോ? എന്താണ്? നീ ഒന്ന് തേരിനകത്ത് കയറിയിരുന്ന് ഇതൊന്ന് വിവരിച്ചു തരാൻ പറഞ്ഞു. വിവേചിച്ചു കൊടുത്തു. എന്താണ് ഫിലിപ്പോസ് വിവേചിച്ചു കൊടുത്തത്? ആ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയത് മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യജീവനെക്കുറിച്ചാണ്, ദൈവരാജ്യത്തെക്കുറിച്ചാണ്, യേശു എന്ന വ്യക്തിയെക്കുറിച്ചും അവനിലൂടെ ലഭിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഹല്ലേലൂയ, ഷണ്ണൻ ഹല്ലേലൂയ കർത്താവായ യേശുവിനെ വിശ്വസിച്ചു. ഷണ്ണൻ ചോദിക്കുന്നു, ഇതാ വെള്ളം, ഇനി സ്നാനമേൽക്കുന്നതിന് സുവിശേഷം ഇങ്ങനെ വേണം വായിക്കാൻ, സുവിശേഷം ഇങ്ങനെ വേണം വായിക്കാൻ. ഹല്ലേലൂയ. സുവിശേഷം വായിക്കുമ്പോൾ ഹല്ലേലൂയ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിച്ച് മാറിപ്പോകുവാനിട വരരുത്. സുവിശേഷത്തിൽ ഫിലിപ്പോസ് വിവരിച്ചു കൊടുക്കുക. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളൊന്ന് പറയാമോ? ഫിലിപ്പോസ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം. യേശുക്രിസ്തു ജനിച്ചിട്ടില്ല. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷത്തിന് മുമ്പ് പ്രവാചകൻ എഴുതിയ ഈ പുസ്തകത്തിൽ നിന്നും ആരെക്കുറിച്ചാണ്? ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ, പുറപ്പാട് പുസ്തകം വായിച്ചാൽ, ലേവ്യ പുസ്തകം വായിച്ചാൽ അതിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് യേശു എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ആ യേശു എന്ന വ്യക്തിയിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന നിത്യജീവനെക്കുറിച്ചാണ്. നമുക്കിത് കാണാനുള്ള കഴിവില്ലെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. നിങ്ങളെ അനേകർ വന്ന് കലക്കിക്കളയും. പഴയ നിയമം വായിക്കണം, സങ്കീർത്തനങ്ങൾ വായിക്കണം, പ്രവാചക പുസ്തകങ്ങൾ വായിക്കണം. അതിനകത്തൊക്കെ ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 44-45 വായിക്കുന്നത് കർത്താവ് പറയുക, പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, പഴയ നിയമം വായിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം യേശുവിലാണ് അടങ്ങിയിരിക്കുന്നത്. പഴയ നിയമ ഭക്തന്മാരെല്ലാം നോക്കിപ്പാർത്തിരുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിനെയാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്ന, നമ്മളൊന്ന് ഗ്രഹിക്കണം. ഹല്ലേലൂയ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് വീണ്ടെടുപ്പാണ്. അവൻ പുതിയ നിയമത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവം സഹായിച്ചെന്നാൽ അത് അടുത്ത ദിവസം വീണ്ടെടുപ്പിൻ്റെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിപ്പാനിടയായിത്തീരണം. ഹല്ലേലൂയ. നമ്മളെ എന്തിൽ നിന്നൊക്കെ വീണ്ടെടുക്കുന്നത്? പാപത്തിൻ്റെ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുത്തു. പിന്നെന്ത് വീണ്ടെടുപ്പ് നടന്നു? നമ്മുടെ പഴയ നടപ്പിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തു. പിന്നെ എന്ത് നടന്നു? ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തു. ഇനിയൊരു വീണ്ടെടുപ്പ് നടക്കാൻ പോകുന്നു. ഏതാണ് വീണ്ടെടുപ്പ്? ഇനി നടക്കാൻ പോകുന്ന വീണ്ടെടുപ്പ് എന്താ? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ആർക്കായി കേൾക്കാൻ കഴിയുന്നത്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിക്ക് ഇവിടുന്ന് കേട്ട വിട്ടേ ഇങ്ങോട്ട്. ഞങ്ങളുടെ വസ്തു ഒന്ന് വലുതാകട്ടെ, ഞങ്ങളുടെ കാറൊന്ന് വലുതാകട്ടെ, ഞങ്ങൾക്ക് നന്മ വരട്ടെ. എത്ര ദുഃഖകരമാണ്. വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങളെ മറിച്ച് കളയുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചൊന്ന് നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്.
ഇവിടെ നമ്മൾ ആവർത്തന പുസ്തകത്തിൻ്റെ 28 മുതൽ 30 വരെ ഇസ്രായേൽ മക്കൾക്ക് പഴയ ഉടമ്പടിയിൽ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പട്ടിക നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് 30-ാം അധ്യായത്തിൽ മോശ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയുകയാണ്. 30-ാം അധ്യായത്തിൻ്റെ 15, 19, 20 ഒന്ന് വായിച്ചേ. 15, 30-ാം അധ്യായം 15-ാം വാക്യം. ജീവനും ഗുണവും മരണവും ദോഷവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവന്റെ വഴികളിൽ നടപ്പാനും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ചട്ടങ്ങളും പ്രമാണങ്ങളും വചനവും അനുസരിച്ച്, അതായത് പെരുന്നാളുകൾ, യാഗങ്ങൾ, വഴിപാടുകൾ അനുസരിച്ചാൽ നിന്റെ മുമ്പിൽ ജീവൻ വെച്ചിരിക്കുന്നു. അതനുസരിച്ചില്ലെങ്കിൽ ദോഷം, മരണം, ശാപം. അതായിരുന്നു പഴയ ഉടമ്പടി. അതിൻ്റെ 15 അടുത്ത വാക്ക് ഞാൻ പറഞ്ഞ വാക്യം കൊണ്ട് വായിച്ച് 19 കൂടെ. നിന്റെ ഹൃദയത്തെ മറിക്കുകയും നീ വശീകരിക്കപ്പെട്ട് അന്യദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കാതെ നിശ്ചയമായിട്ട് നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഞാനത് വായിച്ച് സമയം പരിമിതമായതുകൊണ്ടൊന്ന് പറഞ്ഞു പോവുക. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്ത് ചെയ്യണം? നീ വിഗ്രഹത്തെ ആരാധിക്കരുത്, നീ അന്യദൈവങ്ങളെ നമസ്കരിക്കരുത്, നീ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പറയുന്ന ചട്ടങ്ങളും ആചാരങ്ങളും ശാപത്തിൽ നിന്റെ കാലുകൾ അടക്കി വെക്കണം. നീ ഇന്ന ദശാംശങ്ങൾ ദൈവത്തിന് കൊടുക്കണം എന്നുള്ള കൽപ്പനകൾ ദൈവം തന്നു. അതനുസരിച്ചാൽ പിന്നെ നമ്മൾ അത് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നില്ല, ദൈവം സഹായിച്ചാൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായി തീരട്ടെ. ഈ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പൂർണ്ണമായി വെളിപ്പെടുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങൾ മോശ പറയുന്നു. അവർ ജീവനെ തിരഞ്ഞെടുക്കാൻ തയ്യാറാകുന്നു. എന്നാൽ ഇത് പുതിയ നിയമത്തിൽ വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു കൽപ്പന ദൈവം തന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതാരാ പറഞ്ഞത്? നമ്മുടെ കർത്താവ് തന്നെ. ഇത് വായിക്കാമോ മക്കളെ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം അധ്യായത്തിൻ്റെ 13, 14 വാക്യങ്ങളൊന്ന് വായിച്ചേ. മത്തായി 7-ന്റെ 13, 14. ദിക്കുവാതിലുടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളതും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ. കണ്ടോ? നാശത്തിൻ്റെ വാതിലും ജീവന്റെ വാതിലും. ഹല്ലേലൂയ. അപ്പൊ നാശത്തിൻ്റെ വാതിൽ കൂടെ പോകുന്നവർ അനേകം. അതിൻ്റെ വാതിൽ വിശാലം, വഴി വിശാലമായിട്ടുള്ളത്. ഹല്ലേലൂയ. എന്നാൽ ജീവന്റെ മാർഗത്തിൻ്റെ വഴി ഇടുക്കവും അതിൻ്റെ വഴി ഞെരുക്കവുമുള്ളത്. വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. പുതിയ നിയമത്തിൽ ജീവന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ, ഹല്ലേലൂയ, ആ ജീവന്റെ വാതിൽ ചെറുതാണ്. അതിൽ കൂടി കടക്കുന്നവർ ചുരുക്കം പേരാണ്. ഹല്ലേലൂയ. അതിൻ്റെ വഴികൾ ഞെരുക്കമുള്ളതാണ്. ഇപ്പം പൗലോസ് ഗലാത്യ സഭയോട് പറയുന്ന വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചത് അവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് ഇത് ഈ സുവിശേഷത്തിന്, ഞങ്ങളോ, പൗലോസ് പറയുകയാണ്, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ ഇതിന് വിപരീതമായി, ഇതാണ് സുവിശേഷം, ഈ ജീവന്റെ മാർഗം നമുക്ക് വേണ്ടി തുറന്നത് യേശുക്രിസ്തു കാൽവറിയിലാണ് തുറന്നത്. ആ ജീവന്റെ മാർഗം എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ.
പഴയ നിയമ ഭക്തന്മാരായ അബ്രഹാമിനോ മോശയ്ക്കോ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ പൂർണ്ണമായ അനുഭവം തുറന്നു കൊടുത്തിരുന്നില്ല. അവർക്ക് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ ഒരു മൂടുപടം അവരുടെ മുൻപിലുണ്ടായിരുന്നു. ഒരു മൂടുപടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അവർ പഴയ നിയമത്തെ, ദൈവാനുഗ്രഹത്തെ വായിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു തിരശ്ശീല, ദൈവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ മുൻപിൽ തിരശ്ശീല തൂങ്ങിക്കിടന്നു. ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്കുള്ളത് ഇവർക്ക് കാണാൻ പറ്റത്തില്ല. ആണ്ടിലൊരിക്കൽ ജനത്തിൻ്റെ മഹാപുരോഹിതൻ വളരെ ഭയത്തോടും വിറയലോടും കൂടെ രക്തവുമായിട്ട് അവിടെ ചെല്ലണിയിരുന്നു. എന്നാൽ യേശുക്രിസ്തു എന്നേക്കുമായൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചപ്പോൾ ഇപ്പം ദൈവമേ അപ്പച്ചായ എന്ന് വിളിക്കാൻ ആരും ഭയന്ന് നിൽക്കണ്ട. പുതിയ നിയമത്തിൻ്റെ സുവിശേഷം ഇതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മകനാകാൻ, ദൈവത്തിൻ്റെ മകളാകാൻ, ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് വരാനാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇനി ഭയന്ന് നിൽക്കണ്ട. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ധൈര്യമായിട്ട് കൃപാസനത്തിങ്കിലേക്ക് ചെല്ലാം. ഇവിടം കൊണ്ട് സുവിശേഷം തീർന്നെന്നാണ് പലരും ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം ഇവിടം കൊണ്ട് തീരുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ വന്നത് മനുഷ്യപുത്രൻ പാടുപീഡകൾ സഹിച്ച് മരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. മരിച്ചാൽ അവൻ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ച തൻ്റെ ശിഷ്യവൃന്ദത്തോട് കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ തന്നെ വെറുത്ത് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. സുവിശേഷം വ്യക്തമായി ഇത് പറഞ്ഞിരിക്കെ. ഹല്ലേലൂയ. ഈ ദൈവിക വെളിപ്പാടിൽ നിന്നും തെറ്റിച്ച് കളയുന്ന, കലക്കിക്കളയുന്ന വേറൊരു സുവിശേഷമുണ്ട്. എന്താണ്? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അവൻ നിന്റെ നീതിയായി തീർന്നു, നിനക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ. ഇപ്പോൾ കർത്താവ് നിന്റെ അകത്ത് വന്ന് താമസിച്ചാൽ പിന്നെ നിനക്ക് രോഗമില്ല, പിന്നെ നിനക്ക് കഷ്ടമില്ല, പിന്നെ നിനക്ക് ദാരിദ്ര്യമില്ലെന്ന് പറയുന്ന ദുരുപദേഷ്ടക്കന്മാർ വന്ന് ഈ സഭയെ കലക്കി. പൗലോസ് പറയുക, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രസവ വേദനപ്പെടുന്നു. എന്താ പൗലോസിൻ്റെ പ്രസവ വേദന? കുഞ്ഞ് ഗർഭത്തിൽ തന്നെ ഹല്ലേലൂയ കലങ്ങിപ്പോവുക, കലക്കിക്കളയുക. എന്തൊരു ദുരുപദേശം! ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെടും. ഈ സുവിശേഷം പൂർണ്ണമാകുന്നത് ഇവിടെയാണ്. എങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചർച്ചിലെ സഹോദരങ്ങളുടെ വീട്ടിലൊന്ന് ചെന്നപ്പോൾ അവർ ജോലിക്ക് പോകുന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിനടുത്തുള്ള ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് പോകുന്ന ഒരു സഹോദരി, ഭയങ്കര വിശ്വാസവും വിശുദ്ധിയും പ്രസംഗിക്കുന്ന സഭയിൽ പോകുന്ന സഹോദരിയുടെ ജീവിതത്തെക്കുറിച്ച് ആ നാട്ടുകാർ പറഞ്ഞ കാര്യമൊന്ന് പറഞ്ഞു. എന്താണ് ജീവിതമെന്ന് പറയുന്നത്? ഞായറാഴ്ച സഭായോഗത്തിന് മുൻപന്തിയില്ല, കയ്യടി മുൻപന്തിയില്ല, തുള്ളിച്ചാടുന്നത് മുൻപന്തിയില്ല, വെള്ളയെ ധരിക്കൂ, ക്ലീൻ ഷേവേ ചെയ്യൂ, ഈ ലോകത്തിലെ വിശുദ്ധൻ എന്നുള്ള പുറമെയുള്ള എല്ലാമുണ്ട്. ജീവിതം മറ്റുള്ളവർക്ക്, ജാതികൾക്ക് പോലും തലേ കൈവച്ച് പോകും വായി എന്ന് വരുന്നത് കേട്ടെന്നാൽ, അവരുടെ മനോഭാവം കണ്ടെന്നാൽ നന്മ കൊടുക്കുന്ന കൈക്ക് കടിക്കും. അവരുടെ ജീവിത ശൈലി കണ്ടിട്ട് അവസാനം നമ്മുടെ സഹോദരി പറഞ്ഞു, അയ്യോ നിങ്ങൾ ഈ പെന്തക്കോസുകാരല്ലേ എന്ന് ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു, അയ്യോ ഞങ്ങളും അവരും വേറെ സഭക്കാരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് സഭയിൽ പഠിപ്പിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട യേശുവിനോടുകൂടെ ഞങ്ങൾ മരിക്കണം.
ഹല്ലേലൂയ. ഇപ്പോൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു ഞാൻ. നമ്മൾ തിമോഥെയോസ് ലേഖനത്തിൽ വായിക്കും, നിങ്ങൾ അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ഇത് ജീവിക്കുന്നത് ഞാനാ. യേശുക്രിസ്തു കർത്താവെന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊരു ദുഃഖത്തിൽ കൂടെ പോകുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ ഈ ദുഃഖം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ദൈവം അനുവദിച്ചിട്ടാണ് എനിക്ക് ദുഃഖം വന്നത്, എനിക്കൊരു പ്രതികൂലം വന്നത്, എന്നെ നിന്ദിക്കാൻ ഒരാളെ ആക്കി തീർത്തിരിക്കുന്നത്, എൻ്റെ നന്മ മുടിച്ചു കളയുവാൻ ഒരാളെ ആക്കി തീർത്തിരിക്കുന്നത് ദൈവം അനുവദിച്ചിട്ടാണ്. ചിന്തിക്കുമോ നിങ്ങൾ? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവഹിതമാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സഹിക്കും. നമ്മളെ പള്ളു പറയുന്നവർ, നമ്മളെ പഴി പറയുന്നവർ, നമ്മളെ ദുഷിക്കുന്നവർ എന്തും പറയട്ടെ, തിരിച്ച് യേശു എങ്ങനെ മറുപടി പറയും? ആ കുരിശ് നമ്മൾ തന്നെ വെറുത്ത് തൻ്റെ ക്രൂശെടുത്ത്, ഞാനല്ല ഇനി ജീവിക്കുന്നത്, എൻ്റെ തോളിലൊരു കുരിശുണ്ട്. എന്താണ് സഹോദരി, നിന്റെ തോളത്തൊരു കുരിശ് കാണുന്നല്ലോ. എല്ലാവർക്കും നല്ല മറുപടി പറയാൻ അവസരമുണ്ടായിട്ട് നീ എന്താ മറുപടി പറയാത്തത്? നീ എന്താ കരയാത്തത്? നീ എന്താ പല്ല് കടിക്കാത്തത്? നീ എന്താ ലോകത്തിനു വേണ്ടി ചിന്തിക്കാത്തത്? ഈ കുരിശിൽ എൻ്റെ കണ്ണുകളെ ഞാൻ മരിപ്പിക്കുകയാണ്. ഈ കുരിശിൽ എൻ്റെ ബുദ്ധിയെ ഞാൻ മരിപ്പിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ മരിപ്പിക്കുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന് വേണ്ടിയിട്ടാണ്. പൗലോസ് പറയുന്ന സുവിശേഷം ഇതാ. എന്താണ് ഈ സുവിശേഷം? ഇന്നത്തെ സമൂഹം സുവിശേഷമെന്ന് പറയും, യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെ പറയും, യേശുക്രിസ്തു വിശ്വസിച്ചാൽ രക്ഷ കിട്ടുമെന്ന് പറയും. പിന്നെ ജീവിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കർത്താവ്. കഷ്ടതയൊന്നും വേണ്ട, രോഗമൊന്നും വേണ്ട, നിന്ദയൊന്നും വേണ്ട, വേദനയൊന്നും വേണ്ട, നീ രാജാവാണ്, നീ പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറയുന്ന ഈ സുവിശേഷത്താൽ നിങ്ങളെ കലക്കിക്കളയുന്നു. എന്നാൽ സുവിശേഷ നിമിത്തം കഷ്ടതയുണ്ട്, സുവിശേഷ നിമിത്തം വേദനയുണ്ട്, സുവിശേഷ നിമിത്തം ക്രൂശെടുക്കണം. മറ്റുള്ളവരുടെ മുമ്പിലൊരു നിന്ദാപാത്രമായി ഞാൻ തീർന്നു. എന്താ നിനക്ക് ഇങ്ങനെ? ചിലരൊക്കെ ചോദിക്കുന്ന, നിന്റെ വീട്ടിലെന്താ ഇങ്ങനെ? നിന്റെ ജീവിതം എന്താ ഇങ്ങനെ? ഹല്ലേലൂയ. എൻ്റെ ദൈവം അനുവദിക്കുന്ന ഏതവസ്ഥയിലും ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, സുവിശേഷം അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ കർത്തൃത്വം മാറുന്നില്ല. നമ്മുടെ വീണ്ടെടുപ്പ് നടക്കുന്നത് വരെ, ഈ ലോകത്തിൽ നിന്നും എൻ്റെ ആത്മാവ് ശരീരം തമ്മിൽ വേർപെടുന്നത് വരെ ഞാൻ ഈ ക്രൂശൻ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. അതാണ് ഗലാത്യർ 6:14 നമ്മൾ വായിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ പ്രശംസിച്ചു ഒരിക്കൽ. പിന്നെ അവനാൽ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടു, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു. ഇല്ലെങ്കിൽ ആ ക്രൂശ് പൂർണ്ണമല്ല. ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ക്രൂശ് നമ്മൾ ചുമക്കുകയാണ്. ഈ ക്രൂശിൽ ഞാൻ ഓരോ ദിവസവും മരിക്കുകയാണ്. എൻ്റെ നാവിനെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ കൈകളെ, എൻ്റെ ഹൃദയത്തെ ഞാൻ മരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിനോടുകൂടെ ദിനം പ്രതി മരിച്ചുകൊണ്ട് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പ് പൂർണ്ണമായിട്ടില്ല. കർത്താവ് താൻ മധ്യാകാശത്തിൽ വരുമ്പോൾ, ആ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ഇല്ലെങ്കിൽ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ഈ പ്രത്യാശയാൽ നമ്മൾ നിറയപ്പെടണം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ഒരിക്കൽ നിങ്ങൾ പ്രശംസിച്ചു. യേശുവിൻ്റെ ക്രൂശിൽ എനിക്ക് പകരമാണ് യേശു മരിച്ചത് നിങ്ങൾ വിശ്വസിച്ചു. ഇനി ഈ കുരിശ് നിങ്ങൾക്ക് വേണമോ? ഈ കഷ്ടത നിങ്ങൾക്ക് വേണമോ? ഈ നിന്ദ നിങ്ങൾക്ക് വേണമോ? ആ കുരിശെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആ ക്രൂശൻ ചുമന്ന് ഞാൻ ഓരോ ദിവസവും മരിക്കട്ടെ. നന്മ ചെയ്തിട്ട് തിന്മ വന്നാൽ, ഗുണം ചെയ്തിട്ട് ദോഷം വന്നാൽ, ഹല്ലേലൂയ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കഷ്ടത വന്നാൽ, അത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ആരാധന. ദൈവത്തിന് സമർപ്പിച്ച് സന്തോഷത്തോടുകൂടെ ദൈവം അനുവദിക്കുന്ന ഏതവസ്ഥയിലും, ദൈവ പൈതലേ, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. നിന്റെ അപ്പച്ചൻ അനുവദിക്കാതെ നിന്റെ ഒരു ദിവസത്തെ കണ്ണുനീര്
താഴത്ത് പോകത്തില്ല. നിന്റെ മുടിയിൽ ഒരെണ്ണം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗമറിയാതെ അതിൽ നിന്ന് കൊഴിഞ്ഞു പോകുകയില്ല. നിനക്ക് സംഭവിച്ചത് എന്താ ഇത്രയും, എന്താ ഇങ്ങനെ? നോ, ഒരു ചോദ്യത്തിൻ്റെയും ആവശ്യമില്ല. നിനക്കൊരപ്പച്ചനുണ്ട്, നീ അവൻ്റെ മകളാണ്, നീ അവൻ്റെ മകനാണ്. ഈ ധൈര്യത്തോടെ അവനു വേണ്ടി ഈ ദുഃഖങ്ങളെ, ഈ വേദനകളെ, ഈ കഷ്ടങ്ങളെ, ഈ നിന്ദകളെ, ഈ പഴികളെ സന്തോഷത്തോടെ ക്രൂശിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. എങ്കിൽ നമ്മൾ യഥാർത്ഥ സുവിശേഷത്തിലാണ്. എൻ്റെ ജീവിതം ഇവിടെയല്ല, എനിക്കൊരു ഭവന സ്വർഗത്തിലുണ്ടെന്നുള്ള കാഴ്ചപ്പാടോടെ ആ പ്രതിഫലം പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം. അതുകൊണ്ട് നിങ്ങളെ വേറൊരു സുവിശേഷത്തിലേക്ക് മറിച്ച് കളയുന്നവർ ആരായാലും അവർ ശപിക്കപ്പെട്ടവർ. നമുക്ക് യഥാർത്ഥ സുവിശേഷത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.